കഴിഞ്ഞ 2 ദിവസങ്ങളായി വയനാടിന്റെ വിവിധ മേഖലകളിലായി യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ ഘോഷിപ്പാൻ ദൈവമൊരുക്കിയ അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സമാപന സമ്മേളനത്തിന് പ്രഭാഷണത്തിനായി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇങ്ങനെയൊരു മീറ്റിംഗ് ഈ വയനാടിന്റെ പ്രദേശത്ത് ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചത് ജോനേഷാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഞങ്ങളോടൊപ്പം ഈ ദേശത്ത് ആത്മദാഹത്തോടെ ജീവിതങ്ങളെ വിടിവിപ്പിക്കേണ്ടതിന് താനും തന്റെ സഹോദരൻ റെജി കുര്യനോട് ചേർന്ന് ഈ ദേശത്തിന്റെ ഓരോ മുക്കും മൂലയിലും ആദിവാസി കുടികളിലും അതുപോലെ തെരുക്കോണുകളിലും സിറ്റികളിലും എല്ലാമായി മാറി മാറി നടന്ന ശുശ്രൂഷയ്ക്ക് മുൻപിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട പ്രിയപ്പെട്ടവര് ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്നു പോകുന്ന ജീവിതങ്ങളെ ചൂണ്ടിക്കാണിച്ച് മദ്യത്താലും മയക്കുമരുന്നുകളാലുമൊക്കെ തകർന്നുടഞ്ഞു പോയ ജീവിതങ്ങൾ, ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, കുടുംബം തകർന്നു പോയവർ, രോഗത്താൽ തളർത്തപ്പെട്ടു പോയ വ്യക്തികൾ, അങ്ങനെയുള്ളവരെയൊക്കെ ഭവനങ്ങളെയും ഒക്കെ കാണുവാനും സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുവാനും ഒക്കെയായി ഞങ്ങളോടുകൂടെ വളരെയധികം ഊർജ്ജസ്വലതയോടെ ഉത്സാഹത്തോടെ ഈ കഴിഞ്ഞ 2 ദിനങ്ങളായി അവരവരുടെ സമയങ്ങളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ക്രിസ്തുവിന്റെ വേലയിൽ ഞങ്ങളുടെ കൂട്ടായി പ്രയത്നിച്ച അവരെയും ഓർത്ത് ഈ സമയത്തിൽ നന്ദി കരേറ്റുന്നു. വരുന്ന ഈ അല്പ നിമിഷങ്ങൾ ഇന്ന് ഈ സമാപന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ തിരിച്ച് മടങ്ങിപ്പോവുകയാണ്. ഈ ദേശത്തെ ഞങ്ങൾ ഒന്നുചേർന്ന് അനുഗ്രഹിക്കുവാൻ, ഈ ദേശത്തോട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മനോഹരമായ സന്ദേശത്തെ ഒരിക്കൽ കൂടി കൈമാറുവാൻ വേണ്ടി അല്പസമയം ഞങ്ങൾ വേർതിരിക്കുകയാണ്. ഈ ശ്രവണ മാധ്യമത്തിന്റെ ശബ്ദപരിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നല്ലവരായ ദേശവാസികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഹൃദയത്തിന്റെ മൗനാനുവാദത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. വരുന്ന അല്പനിമിഷം 1-2 ഗാനങ്ങൾ പാടി നിങ്ങൾക്ക് സന്തോഷമായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്ന മനോഹര ഗാനങ്ങൾ ഞങ്ങളുടെ സഹയാത്രികൻ, ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ എബി കടപ്പാക്കര നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. അതിനുശേഷം വീണ്ടും നമ്മുടെ പ്രിയ സഹോദരൻ നിഷാദ് ഈ ഊരിന്റെ തന്നെ പ്രിയ മകനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു യൗവനമാണ്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ ഉൾത്തടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു തലമുറ ക്രിസ്തുവിനെ കണ്ടെത്തി അവന്റെ സൗരഭ്യമായി നിൽക്കുമ്പോൾ അത് ദേശത്തിന് അനുഗ്രഹമായി വിളങ്ങുന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പോൾ നിഷാന്തും അതിനുശേഷം പാടും. ഇപ്പോൾ ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ എബി മുൻപോട്ട് കടന്നു വന്ന മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്കായി ആലപിക്കും. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் சிறக்கவே சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் சிறக்கவே சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்தன்னேசுவே 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 எந்தன்னேசுவே. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா.
தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே. மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பன் உன்னை மறந்தாலும் முற்றோர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பன் உன்னை மறந்தாலும் முற்றோர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். கரம் பிடித்து நடத்திடுவான், தன் மலமே நிறுத்திடுவான். கரம் பிடித்து நடத்திடுவான், தன் மலமே நிறுத்திடுவான். எந்தன் இயேசுவே, 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 எந்தன் இயேசுவே. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ഗാനം ഞങ്ങളുടെ പ്രിയ സഹോദരൻ നിശാന്ത് ഇപ്പോൾ ആലപിക്കും. നിശാന്തിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. നിശാന്ത് ഇവിടെ കണ്ടെത്തിയ ഒരു മുത്താണ്. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ഒരു കുഞ്ഞാണ്. എല്ലാവരും ഇന്ന് ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെ നിശാന്തിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. വയനാടിന്റെ ശബ്ദമായി ഈ മകൻ വളർന്നു വരണം. യേശു ക്രിസ്തുവിന്റെ ഈ ദേശത്ത് സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുവാൻ കരുത്തുറ്റൊരു കുഞ്ഞായി ഇവിടുത്തെ തലമുറകൾ വളരണം. അതിനായി നിശാന്തിനെ യേശുവിനെ പോലെ പ്രവൃത്തിയിലും യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റം ബലഹീനനാ, എന്നെയും
ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റവും ബലഹീനനാ, ഞാൻ ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. ബലഹീനനാ, ഞാൻ ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർപ്പാൻ, പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർപ്പാൻ പ്രാണി എന്നിൽ ഒട്ടുമില്ലെന്നേശുവേ. ദൈവാത്മാവിനോട് വ്യാജം ചെയ്തിടാൻ, ദൈവാത്മാവിനോട് വ്യാജം ചെയ്തിടാൻ അയ്യോ എനിക്കിടയാകല്ലേ. ഒരു നാളും ഇടയാകല്ലേ. യേശുവേ ഒരു നാളും ഇടയാകല്ലേ. ബലഹീനനാ, ഞാൻ ബലഹീനനാ, ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. പരീക്ഷകളിലൊന്നും അകപ്പെടാതെ നീ, പരീക്ഷകളിലൊന്നും അകപ്പെടാതെ നീ. യേശുവേ നിൻ പ്രാണനിൽ നീ പൊതിയണേ. തള്ളിപ്പറഞ്ഞു ഞാൻ പിന്മാറിപ്പോകാതെ, തള്ളിപ്പറഞ്ഞു ഞാൻ പിന്മാറിപ്പോകാതെ. യേശുവേ നിൻ ക്രൂശിലെന്നെ ക്രൂശിക്കണമേ. നിന്നിൽ ചേർത്ത് പിന്നെ ക്രൂശിക്കണേ. എന്നെ നിന്നിൽ ചേർത്ത് പിന്നെ ക്രൂശിക്കണേ. ബലഹീനനാ, ഞാൻ ബലഹീനനാ, ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവിനെ പോലെ വാക്കിലും, യേശുവിനെ പോലെ പ്രവൃത്തിയിലും, യേശുവിനെ പോലെ വാക്കിലും, യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റവും ബലഹീനനാ, എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റവും ബലഹീനനാ.
ബലഹീനനാ ഞാൻ ബലഹീനനാ ബലഹീനനാ ഞാൻ ബലഹീനനാ യേശുവേ നീ എന്നിൽ ബലമാകണേ യേശുവേ നീ എന്നിൽ ബലമാകണേ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം പാടുവാൻ നിഷാദിനെ ദൈവം സഹായിച്ചോർത്ത് ഞാൻ സൃഷ്ടിതാവായ എൻ്റെ കർത്താവും പ്രാണന്റെ ഉടയവനുമായ യേശുവിന്റെ നാമത്തിന് നന്ദി പറയുക. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയാണ്. ചാനൽ 1 കാണുന്ന എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളോട് ഞാൻ ഈ നിഷാന്തിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ആദിവാസി ഊരിൽ പൊലിഞ്ഞു പോകേണ്ട ഒരു ജീവിതമാണ്. തന്റെ പിതാവ് നഷ്ടപ്പെട്ടു പോയി. തങ്ങൾ 3 പേരേ ഉള്ളൂ. കിടക്കാൻ ഒരു കിടപ്പാടയില്ല, സ്ഥലമില്ല സ്വന്തമായി. തന്റെ പഠനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അതിന്റെ എല്ലാം നടുവിൽ യേശുവിന്റെ സ്നേഹം അവനെ തേടി വന്നത് നിമിത്തം അവൻ ഇന്ന് ജീവനോടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ ഫോളോവേഴ്സ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട്, നമ്മളെല്ലാം ജീവിതത്തിന്റെ സുഖസമൃദ്ധിയിൽ കഴിയുന്നവരാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ പേറി നടക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടവും ഉണ്ടല്ലോ. അതിൽ ഒരു പ്രതിനിധിയായി ഈ നിഷാന്ത് യേശുവിന്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു. ഈ പ്രിയ കുഞ്ഞിനായിട്ട് നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ മകനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവന്റെ ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റണം, അവന്റെ കണ്ണുനീരുകളെ മാറ്റണം, ആ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണം. അവസ്ഥകൾക്ക് ഭേദം വേണം. അവനൊരു ഭവനമുണ്ടാകണം, അവനൊരു നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ നിഷാദിനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളോട് കൂടെയുള്ള എല്ലാ കൂട്ടു സഹോദരങ്ങളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പ്രതിസന്ധികളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവം അവരെയും ഉപയോഗിച്ചല്ലോ. അവർക്ക് ഐശ്വര്യമായി അനുഗ്രഹിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വരുന്ന നിമിഷം സ്വതം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ കേൾക്കുവാൻ വേണ്ടി സമയം വേർതിരിക്കുവാണ് നമ്മുടെ പ്രിയ സഹയാത്രികൻ സ്തോത്രം എൻ്റെ കൂട്ടുവേലക്കാരൻ അജി ആന്റണി ഇന്ന് പ്രഭാഷണത്തിനായി ഉണ്ട്. സ്തോത്രം. ദേശത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർക്ക് അല്പനിമിഷം കൂടി നിങ്ങൾ സഹിഷ്ണുതയോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ ഈ സന്ദേശത്തിനായി കാതോർക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഹൃദയഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ സഹയാത്രികനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ വീടുകൾക്കുള്ളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനമുള്ള എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കേറിയ മണിക്കൂറുകളിലെ അല്പ മിനിറ്റുകൾ മാത്രം ഈ സ്നേഹ സംഭാഷണത്തിന്റെ സന്ദേശത്തിന്റെ കേൾവിയിലേക്ക് നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ഞങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ പ്രഭാതത്തിൽ നിന്നും കോട്ടയത്തു നിന്നും യാത്ര തിരിച്ച് ഞങ്ങൾക്ക് ഈ വയനാടിന്റെ മണ്ണിലെത്തുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. ഇന്നലെ പകലേലകൾ മുഴുവൻ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇന്ന് പകലും ഈ സുന്ദരമായ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടെയെല്ലാം സാമൂഹിക വിപത്തുകൾക്കും മാരകമായ തിന്മയ്ക്കും ലഹരിക്കുമൊക്കെ എതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സുവിശേഷ സന്ദേശം വിളംബരം ചെയ്ത അനന്തരം വയനാടിന്റെ മണ്ണിൽ ക്രമീകരിച്ച സുവിശേഷ വിളംബര യാത്രയുടെ സമാപന സമ്മേളനം ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ വീടിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തുന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇന്ന് ഈ സായാഹ്ന വേളയിൽ
സ്നേഹസമ്പന്നരായ ദേശനിവാസികളെ, ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് മതങ്ങളുടെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ സമുദായ സംഘടനകളുടെയോ ഒന്നും വക്താക്കളായിട്ടില്ല. നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ്. നാടിനെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന യൗവനങ്ങളെ മാരകമായ സാമൂഹിക വിപത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശയാത്രയിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ, എന്താണ് സുവിശേഷം? ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ സാധ്യത എന്തെല്ലാമാണ്? സുവിശേഷം മാനവരാശിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നത് ചുരുക്കം വാക്കുകളിൽ നിങ്ങളെ ഓർപ്പിക്കുക എന്നുള്ളത് ഒരു സുവിശേഷകനും സുവിശേഷ പ്രഭാഷകനുമായ എന്റെ കർത്തവ്യവും കൂടെ ആയതുകൊണ്ട് വാക്കുകൾ ദീർഘമാക്കാതെ ചുരുക്കമായി അതൊന്ന് തൊട്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ആദരണീയരായ പ്രഭാഷകർ എന്റെ പിന്നാലെയുണ്ട്. പിന്നിട്ട കവലകളൊക്കെ വളരെ ശക്തിയുക്തം അവർ ഈ സ്നേഹ സന്ദേശത്തെ വിളംബരം ചെയ്തു. ഈ നാട്ടിൽ നിന്നും തന്നെ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു പൈതൽ പിന്നിട്ട പല ജംഗ്ഷനുകളിലും പല ഗ്രാമങ്ങളിലും അദ്ദേഹം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തി. ഒരുപറ്റം സഹോദരങ്ങളും അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഈ ദിവസങ്ങളിൽ സുവിശേഷ പ്രചരണാർത്ഥം ഞങ്ങളോട് യാത്ര ചെയ്തത് മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. സുവിശേഷ പ്രചരണത്തോടുള്ള ബന്ധത്തിലെ വയനാട്ടിലെ പര്യടനം ഞങ്ങളുടെ ഓർമ്മയുടെ താളിൽ മറക്കാതെ ഒരു പൂ പോലെ എന്നും വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഓർമ്മകളാണ്. ഈ നാടിനെ കുറിച്ചുള്ള, ഈ നാട് സുവിശേഷത്തെ സ്വീകരിക്കുവാൻ ഇരുകരവും നീട്ടി കാണിച്ച താല്പര്യമൊക്കെ ഞങ്ങളുടെ സ്മൃതി പഥങ്ങളിൽ എന്നും മായാത്ത ഓർമ്മകളാണ്. നിശ്ചയമായും ഈ നാടിനെ ദൈവം ആശീർവദിക്കും. ഞങ്ങളുടെ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ വിശ്വാസത്തിനും ഞങ്ങളുടെ പ്രഭാഷണത്തിനും ആധാരമായ പവിത്ര വാക്യസംഗതി എന്ന് വിശേഷിപ്പിക്കാമെന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ തങ്കത്താളിൽ ഏറെ അലംഘനീയമായ ഒരു വേദഭാഗമുണ്ട്. ആ വേദഭാഗം ഉരുവിട്ട് ചില കാര്യങ്ങൾ ഈ നാടിനോട് ഓർപ്പിച്ച് ഞാൻ വിരമിപ്പാന് ബന്ധപ്പെടുകയാണ്. ആ വേദഭാഗം ഇങ്ങനെയാണ്: അതുല്യ പരിശുദ്ധാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന, അനുഗ്രഹീത അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന അതിശ്രേഷ്ഠ അപ്പോസ്തലനാകുന്ന പൗലോസ് തന്റെ ലേഖനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു ഭാഗമുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ നല്ലവരായ നാട്ടുകാരെ, നല്ലവരായ സഹൃദയരെ, ഹൃദയമുള്ള കേൾവിക്കാരെ, ഈ സായാഹ്ന വേളയിൽ ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ്. നിങ്ങളോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അപ്പൊ എന്താണ് സുവിശേഷം എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ് ഞാനിവിടെ വിളംബരം ചെയ്ത ആ വേദഭാഗം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറെ പദസമ്പത്തുകളുടെ അടിയൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന അതിപ്രധാനമായ 3 കാര്യങ്ങൾ സുവിശേഷത്തിന്റെ ഉൾക്കാമ്പായി, സുവിശേഷത്തിന്റെ കടഞ്ഞെടുത്ത സത്താവിശേഷമായി നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയും. അതെന്തൊക്കെയാണ് സഹോദരരെ? അത് യേശുക്രിസ്തുവിന്റെ ജനനമാണ്, തീരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണമാണ്, അവിടെയും തീരുന്നില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതാണ് പൗലോസിലേക്ക് ഓർപ്പിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച്
ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർക്കുന്നതാണ്, പ്രചരിപ്പിക്കുന്നതാണ്, പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. സുഹൃത്തുക്കളെ, ക്രിസ്തുവിന്റെ ജനനം മാത്രം പറഞ്ഞാൽ അവിടെ സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. ക്രിസ്തുവിന്റെ മരണം മാത്രം ആഘോഷിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. അവിടുത്തെ ജനനവും അവിടുത്തെ മരണവും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിക്കുന്ന ഇടത്താണ് സുവിശേഷം പൂർണ്ണമാകുന്നത്. അപ്പോൾ പരിമിതങ്ങളായ മിനിറ്റുകൾക്കകത്ത് നിന്നുകൊണ്ട് സുവിശേഷം എന്ന ആ പ്രമേയത്തിൽ നിന്നുകൊണ്ട് 3 കാര്യം എനിക്ക് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാനുണ്ട്. 1, ക്രിസ്തുവിന്റെ ജനനം. 2, ക്രിസ്തുവിന്റെ മരണം. 3, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്ത മാലോകരില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ആരാണ് ക്രിസ്തു എന്ന ഒരു പ്രിയ സ്നേഹിതന്റെ വാക്കുകളെടുത്ത് പറഞ്ഞാൽ, അനുകരിപ്പാനും അംഗീകരിപ്പാനും അനുധാവനം ചെയ്യുവാനും ആരാധിപ്പാനും കൊള്ളാവുന്ന അതിശ്രേഷ്ഠനായ വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. അവനെ അംഗീകരിക്കാത്തവരും അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അവനെ അംഗീകരിക്കുന്നവരും അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അവനെ വിശ്വസിക്കാത്തവരും അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അവനെ വിശ്വസിക്കുന്നവരും അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അവനെ കുറിച്ച് കാര്യമായി കേട്ടിട്ടില്ലാത്തവർ അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അവനേക്കായി കാര്യമായി അറിവുള്ളവർ അവനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, അവനെ കുറിച്ച് എഴുതാത്ത ചരിത്രങ്ങളില്ല, അവനെ കുറിച്ച് എഴുതാത്ത സുന്ദരമാകുന്ന കഥകളില്ല, അവനെ കുറിച്ച് എഴുതാത്ത കാവ്യങ്ങളില്ല. ലോകത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു തങ്കവിളക്ക് പോലെ എല്ലാ രംഗങ്ങളിലും ശോഭിച്ചു നിൽക്കുന്ന അതുല്യനും ശ്രേഷ്ഠനുമായ വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ അവസരം അഭിമാനത്തോടെ ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ചുവെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം, മരിച്ചുവെന്ന് പറയുമ്പോൾ അവന്റെ മരണം, ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്. എന്താണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? എന്താണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? എന്താണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത? ഞാനിത് പറയുമ്പോൾ മറ്റാരെയും തരം താഴ്ത്തുകയല്ല, മറ്റാരെയും പുച്ഛിക്കുകയല്ല. അങ്ങനെ എന്റെ കേൾവിക്കാർ ചിന്തിക്കരുത്. എന്താണ് അവന്റെ ജനനം? ഉറക്കെ പറഞ്ഞാൽ, അവനെ പോലെ ജനിച്ച ഒരുവൻ ലോകത്തിലില്ല, ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താണ് അവന്റെ മരണം? ഉറക്കെ പറഞ്ഞാൽ, അവനെ പോലെ മരിച്ച ഒരുവനില്ല, ഇനി ലോകത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല. എന്താണ് അവന്റെ ഉയർപ്പിന്റെ പ്രത്യേകത? അവനെ പോലെ മരണശേഷം ഉയർത്തെഴുന്നേറ്റ ശ്രേഷ്ഠനായ ഒരു വ്യക്തിപ്രഭാവം ഈ ലോകത്തിലില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അപ്പൊ ജനനം കൊണ്ടും മരണം കൊണ്ടും മരണാനന്തര ഉയർപ്പ് കൊണ്ടും അതുല്യനും നിസ്തുല്യനും അനുഗ്രഹീതനും ശ്രേഷ്ഠനുമായ ഒരു വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. എന്താണ് അവന്റെ ജനനത്തിന്റെ പ്രത്യേകത? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കവലയിൽ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ, അവൻ ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനായിരുന്നു. കാലം തെറ്റി ജനിച്ചവനല്ല, സമയം തെറ്റി ലോകത്തിൽ പിറന്നവനല്ല. അവന്റെ ജനനത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അറിയാതെ അവന്റെ സന്ദേശവാഹകൻ എന്ന നിലയിൽ ഞാൻ വാചാലനാകാറുണ്ട്, ഞാൻ ആവേശപുളകിതനാകാറുണ്ട്. എന്താണ് അവന്റെ ജനനത്തിന്റെ പ്രത്യേകത? പറഞ്ഞിട്ട് പറഞ്ഞ പോലെ, പറഞ്ഞ സ്ഥലത്ത്, പറഞ്ഞ സമയത്ത്, പ്രത്യേക ഉദ്ദേശത്തിനായി ജനിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവന്റെ ജനനത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അവന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അവന്റെ മരണത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു ഉദ്ദേശമുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഉദ്ദേശമുണ്ടെങ്കിൽ അനധിവിദൂര ഭാവിയിൽ അവന്റെ മടങ്ങി വരവിനും കൃത്യമായ ഉദ്ദേശമുണ്ട്. അതിന്റെ ശ്രോതാക്കൾ മറന്നുപോകരുത്. എന്താണ് അവന്റെ ജനനത്തിന്റെ പ്രത്യേകത? അവന്റെ ജനനം എന്ന പ്രമേയത്തിൽ നിൽക്കുമ്പോൾ 2 കാതലായ കാര്യം എനിക്ക് ഓർപ്പിക്കാനുണ്ട്. വിസ്തരിക്കാതെ ഒറ്റ വാക്കിൽ പറയാം.
എന്തിനവൻ ജനിച്ചു? 2, എങ്ങനെ അവൻ ജനിച്ചു? ഈ 2 ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ആധാരമായ ബൈബിളിൽ നിന്ന് തന്നെയാ. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ പറ്റിയ മതിയായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങൾ, നിരവധി പുസ്തകങ്ങൾ കോടിക്കണക്കിന് എഴുത്തുകാരാൽ ഉടലെടുത്തിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകൈക രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായി പ്രസംഗിക്കുവാൻ പര്യാപ്തമായ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ബൈബിളിന്റെ സത്താവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തു എന്തിനു ജനിച്ചു? ചരിത്രത്തോട് ചോദിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല, സാഹിത്യ ഗ്രന്ഥങ്ങളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല. വേദപുസ്തകത്തോട് ചോദിക്കേ, വേദപുസ്തകം ഉത്തരം തരും. 2 മഹൽ വചനങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പോൾ ആ വചനത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു എന്തിനു ജനിച്ചു എന്ന ചോദ്യത്തിന് ഞാൻ ഉച്ചൈസരം മറുപടി പറയാം. കർത്താവായ യേശുക്രിസ്തു 2022 വർഷങ്ങൾക്ക് പുറകിൽ മറിയയുടെ ഉദരം കടമെടുത്ത് ആ ഉദരത്തിൽ മനുഷ്യനായി ചുരുങ്ങി കാലഘട്ടത്തെ AD എന്നും BC എന്നും തിരിച്ച് കാലത്തിന്റെ സമ്പൂർണതയിൽ കരുണാമയനായ ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത് ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനാണ്. മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അവന്റെ പിറവിയിൽ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. അപ്പോൾ യേശുവിങ്കലേക്ക് വന്നാൽ 2 കാര്യം സംഭവിക്കും. ഒന്ന്, ദൈവത്തെ കാണാൻ കഴിയും, ദൈവത്തെ അറിയാൻ കഴിയും. മനുഷ്യൻ ഒരു ദൈവത്തെ തേടി ഇളങ്ങി നടക്കുന്നു. നമ്മുടെ ഇടയിൽ ഒരു കവി പണ്ട് പാടി, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരിഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ. ഒരു ചിന്തകൻ, ഒരു കവിവര്യൻ ദൈവത്തെ തേടി അലയുന്നു. എന്തിന്? വെറുതെ ഒന്ന് കാണാനല്ല. ഇവിടെ വെറുതെ കാണാൻ ആരും ദൈവത്തെ തേടി പോകാറില്ല. ദൈവത്തിന്റെ അടുത്തേക്ക് പദയാത്ര നടത്തുന്നവരോട് ചോദിക്കാമെങ്കിൽ, ദൈവത്തിന്റെ അടുത്തേക്ക് തീർത്ഥാടനം നടത്തുന്നവരോട് ചോദിച്ചാമെങ്കിൽ അവര് പറയും, ഞങ്ങൾ ദൈവത്തെ കാണാൻ പോകുന്നത് വെറുതെയല്ല. ഓരോരുത്തരും ദൈവത്തെ കാണാൻ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിരിക്കാം, അവരുടെ ദോഷം മാറാനായിരിക്കാം, അവരുടെ ശാപം മാറാനായിരിക്കാം, അവരുടെ പാപം മാറാനായിരിക്കാം, അവരുടെ കടം മാറാനായിരിക്കാം, അവരുടെ പ്രതിസന്ധികൾ മാറാനായിരിക്കാം, അവർക്ക് മോചനം ലഭിക്കാനായിരിക്കാം. ഓരോരുത്തരും ദൈവത്തെ സമീപിക്കുന്നത് വ്യത്യസ്തമായ ഉദ്ദേശത്തോടു കൂടിയ, അല്ലാതെ ആരും ദൈവത്തെ ഒന്ന് കണ്ടുകളയാം എന്ന ചിന്തയിൽ ആരും ദൈവത്തിന്റെ അരിക്കലേക്ക് പോകാറില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മഹത്വം പടിഞ്ഞു മാനവാകാരം സ്വീകരിച്ച് മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താനാണ്. ഏത് ദൈവം? താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, ആരും കണ്ടിട്ടില്ലാത്ത, മനുഷ്യർക്കാർക്കും ഒരു നാളും കാണാൻ കഴിയാത്ത സർവവ്യാപിയും സർവശക്തനുമായ ജഗദീശ്വരനെ, ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ടല്ലേ പാലസ്തീന്റെ ഈറൻ ചൂടിയ പച്ചമണ്ണിൽ പാദഭൂമി തന്നെ അനുഗമിക്കുന്ന ജനകോടികളോട് മാറത്ത് തട്ടി ക്രിസ്തു പ്രഖ്യാപിച്ചത്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രശ്ന പരിഹാരങ്ങൾക്ക്, രോഗസൗഖ്യത്തിന്, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും ഒരു മോചനത്തിന് അവനിവിടെ നാനാ കോണുകളിലും ഒരു സത്യദൈവത്തെ തേടി അലയുന്ന ഏതെങ്കിലും സത്യാന്വേഷികൾ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ
നിന്റെ സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം തരുവാൻ കരുത്തുള്ള ഒരേ ഒരു ദൈവത്തെ ഇന്ന് പകൽ ഞങ്ങൾ പരിചയപ്പെടുത്താം. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് അടുത്തു വരിക, ദൈവത്തിന്റെ പരിപൂർണത ക്രിസ്തുവിൽ തിരിച്ചറിയുക. അപ്പോൾ അവിടുന്ന് ലോകത്തിൽ ജനിച്ചത് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, അവിടുന്ന് ലോകത്തിൽ ജനിച്ചത് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാൻ. എല്ലാ മനുഷ്യനും വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയ. ഞങ്ങൾ പ്രസംഗിക്കുമ്പോ പറയാറുണ്ട്, പാപമില്ലെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരുത്തനും ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വേദപുസ്തകം നിന്നെ നോക്കി പറയും, നീ മരിക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യാം? ജന്മന കർമ്മന വാഗ്മന ഗായങ്ങളാൽ മനുഷ്യൻ പാപികളായി പോയി. അതാണ് ബൈബിൾ പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, സകലരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. അപ്പൊ ഈശ്വര വിശ്വാസം ഉള്ളിൽ തുടികൊണ്ടുന്ന സകല മാനവരും ഒരുപോലെ തുറന്ന് സമ്മതിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്, ഞാൻ പാപിയാണ്. എന്തുകൊണ്ട് മതങ്ങളുണ്ടായി, എന്തുകൊണ്ട് ആചാരങ്ങളുണ്ടായി, എന്തുകൊണ്ട് അനുഷ്ഠാനങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ട് കർമ്മകാണ്ഡങ്ങൾ ഉണ്ടായി? മനുഷ്യന്റെ സ്വസ്ഥതയ്ക്കും മനുഷ്യന്റെ പാപമോചനത്തിനും മനുഷ്യൻ ആശ്രയിച്ച ഓരോരോ തട്ടകങ്ങളാണ്, ഇടങ്ങളാണ്, മേഖലകളാണ് അതൊക്കെ. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനമുള്ള സ്നേഹമുള്ള വാത്സല്യ മിത്രങ്ങളെ, ഞങ്ങൾ പരസ്യമായി പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ അവതാരം ചെയ്തത് ദൈവത്തെ വെളിപ്പെടുത്തുവാനും പാപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാനുമാണ്. അതുകൊണ്ട് പാപഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ കർമ്മകാണ്ഡങ്ങളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ വ്യർത്ഥമായ അബദ്ധജടിലമായ ശാരീരിക ബന്ധപ്പാടുകളോ ദണ്ഡനങ്ങളോ ഒന്നും വേണ്ട. നിങ്ങളുടെ പാപത്തെ സൗജന്യമായി പരിഹരിക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മതിയായ രക്ഷകനാണ്. കഴിഞ്ഞ ജംഗ്ഷനുകളില് എന്റെ സ്നേഹിതൻ മനോദർ ഓർപ്പിച്ചതുപോലെ, നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെണ്മയാക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് ദൈവത്തെ അറിയാൻ വഴി യേശു ക്രിസ്തു, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ വഴി യേശു ക്രിസ്തു, പാപത്തിന് മോചനം ലഭിക്കുവാൻ വഴി യേശു ക്രിസ്തു. അവിടുന്ന് ലോകത്തിൽ ജനിച്ചത്, വന്നത്, അവതരിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനുമാണ്. അടുത്തത് ദാവീദിന്റെ സന്തതിയാ ജനിക്കുക മാത്രമല്ല, മരിച്ചു. അപ്പൊ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചിട്ട് അവൻ മരിച്ചു. ലോകത്ത് ആകമാനം ഏറ്റവും അധികം ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ മരണം. ഇവിടെ പലരും മരിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിന് ഏറ്റവും അധികം ലാഭമുണ്ടാക്കി കൊടുത്ത, എണ്ണമറ്റ ജനകോടികൾക്ക് മോശമുണ്ടാക്കി കൊടുത്ത ഒരു മരണമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് നിരവധി ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ആളുകൾ അതിനെ വികലമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ അറിവുകേടാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു അവന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ അപകട മരണമോ അല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഏൽപ്പിച്ചു കൊടുത്ത ഒരു പരമയാഗമായിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രിയരെ, യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത്, ക്രൂശ് മരണമെന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന മൃഗീയമായ ശിക്ഷയാണ് ക്രൂശിലെ മരണമെങ്കിൽ, ക്രൂശ് മരണം ഏറ്റെടുക്കത്തക്ക നിലയിൽ, അനുഭവിക്കത്തക്ക നിലയിൽ മാരകമായ ഒരു കുറ്റവും യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അവൻ നീതിമാനാണ്, സത്യസന്ധനാണ്, പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. അവനെ പോലെ വിശുദ്ധനും പരിശുദ്ധനുമായ ഒരു വ്യക്തി പ്രഭാവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അവ കർത്താവായ യേശുക്രിസ്തു
ക്രൂസിൽ മരിച്ചത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ആചരിക്കുകയല്ല വേണ്ടിയത്, ആഘോഷിക്കുകയല്ല വേണ്ടിയത്. ക്രൂശും തോളിൽ വെച്ചുകൊണ്ട് ബദ്ധപ്പാടുകൾ സഹിച്ച് അവന്റെ ക്രൂശ് മരണം ആചരിച്ചത് കൊണ്ട് പാപമോചനം ലഭിക്കണമെന്നില്ല. അവന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സന്ധ്യയിൽ പാപമോചനമുണ്ട്. യേശുവേ, നീ മരിച്ചത് എനിക്ക് വേണ്ടി, നീ ക്രൂശിൽ യാഗമായത് എന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി. നിന്റെ ക്രൂശിലെ മരണം എന്റെ പാപത്തിന്റെ പരിഹാര യാഗമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അവന്റെ മരണം നിനക്ക് അനുഗ്രഹമായി മാറുകയാ, നിനക്ക് നിത്യജീവനായി മാറുകയാണ്, നിനക്ക് ലാഭമായി, സന്തോഷമായി, അനുഗ്രഹമായി മാറുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ക്രിസ്തു മരണം കൊണ്ടും കല്ലറ കൊണ്ടും അസ്തമിച്ചില്ല. അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, ഉലക മഹാന്മാരകിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ മരണത്തെ ജയിച്ച് ഉയരത്തിൽ ജീവിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കഴിഞ്ഞ കവലയിൽ എന്റെ സ്നേഹിതനെ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം ഓർപ്പിച്ചു, ലോകത്തിലെ സകല മഹാന്മാരുടെ കല്ലറകളും ഇന്നും പായൽ മൂടി അടഞ്ഞു കിടക്കുമ്പോൾ ലോകത്തിൽ തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറയുള്ളൂ, അതേ യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. യെരുശലേമിന്റെ മരണ മാർവിടത്തിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. ആ തുറന്ന കല്ലറയുടെ വാതിലിൽ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്, അവർ ഇവിടെ ഇല്ല. സകല കല്ലറകളിലും അവർ ജനിച്ച ദിവസവും അവർ മരിച്ച ദിവസവും ഡേറ്റ് സഹിതം എഴുതി വെക്കുമ്പോൾ അവരിവിടെ ഇല്ല എന്നെഴുതി വെച്ച ഒരു കല്ലറയുണ്ടെങ്കിൽ അത് യേശുവിന്റെ കല്ലറയാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ വെറുതെയല്ല പറഞ്ഞത് പോയത്, തന്നെ അനുഗമിക്കുന്ന ജനകോടികളോട് പൊള്ളയായ വാഗ്ദത്തം പറഞ്ഞിട്ടല്ല പോയത്, സംഭവിക്കാൻ സാധ്യതയുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇവിടുന്ന് പോയത്. ഞാൻ പോകുകയാണ്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. എന്നിൽ വിശ്വസിച്ച് എന്നെ സ്വീകരിച്ച് എന്നെ ദൈവമായി ആരാധിച്ച് എന്നിലൂടെയുള്ള രക്ഷ പ്രാപിച്ച് എന്നെ അനുഗമിക്കുന്ന ജനകോടികളെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്തേണ്ടതിന് പോയതുപോലെ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും. സഹോദരരെ, ക്രിസ്തു ലോകത്തിൽ വന്നത് പാപത്തിൽ നിന്നും മനുഷ്യനെ മോചിക്കുവാനാണെങ്കിൽ, ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ, അവന്റെ കാൽവറിയിലെ ബലിമരണത്തിലൂടെ വിശ്വസിച്ച് അവനെ ഏറ്റെടുത്ത് അവന്റെ മക്കളായി തീർന്ന അവന്റെ വാത്സല്യ നിധികളായ പ്രിയരെ ചേർക്കുവാൻ യേശുക്രിസ്തു വേഗം വരും. ലോക സംഭവങ്ങൾ മുഴുവൻ വിരച്ചൂണ്ടുന്നു അത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിലേക്ക്. ഞങ്ങൾ ഇവിടെ വാചാലരാകുന്നത്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യനാണ് അതിര് കെട്ടിയത്, മനുഷ്യനാണ് വർഗങ്ങളെ തിരിച്ചത്, മനുഷ്യനാണ് വർണ്ണങ്ങളെ തിരിച്ചത്, മനുഷ്യനാണ് ജാതികളെ തിരിച്ചത്, മനുഷ്യനാണ് മതത്തിന്റെ വേലിക്കെട്ടുമൊക്കെ ഉണ്ടാക്കിയത്. ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് വർഗവർണ്ണമില്ല, ദൈവത്തിന് ഭാഷാ വ്യത്യാസമില്ല. ദൈവമേകനാണ്, അവന്റെ മക്കളുമേകനാണ്. നാം എല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ്, നാം എല്ലാം ദൈവസൃഷ്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ്. നിങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാക്കൾ നരകത്തിൽ പോകാതിരിക്കേണ്ടിയതിനാണ് ഈ സന്ദേശം നിങ്ങളോട് ഞങ്ങൾ കൈമാറുന്നത്. ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാനുള്ളതിന് ഘോരഘോരം മൈക്ക് വെച്ച് ചങ്കുപൊട്ടിച്ച് എന്തിനിങ്ങനെ അലറുന്നു പ്രസംഗിക്കുന്നുവെന്നൊക്കെ ചിന്തിക്കുന്നവരോ ചോദിക്കുന്നവരോ ഉണ്ടെങ്കിൽ, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ജീവിക്കുവാൻ മാർഗമില്ലാഞ്ഞിട്ടല്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പോഷന്മാരെ പോലെ ഇവിടെ നിന്ന് ഞങ്ങൾ ഈ സത്യം പ്രഖ്യാപിക്കുന്നത്.
നിങ്ങളുടെ അകത്തുള്ള ആത്മാവിന്റെ വില ലോകത്തെക്കാൾ വിലയേറിയതാണ്. അത് നരകത്തിൽ പോകാതെ നിത്യരാജ്യത്തിൽ നിങ്ങളുടെ ആത്മാവെത്തണം. ആ ഭാരത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് യേശു വേഗം വരും. തന്നെ സ്വീകരിച്ച് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ക്രിസ്തു വരും. അവൻ വരുമ്പോൾ അവനോടുകൂടെ പോകണമെങ്കിൽ മരണശേഷം നരകത്തിലേക്ക് പോകാതെ നിത്യരാജ്യത്തിലെത്തണമെങ്കിൽ പാപപങ്കുലമായ നിങ്ങളുടെ ജീവിതം പാപപരിഹാരകനാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്, പാപം വിതച്ച ദുരന്തത്തിൽ പിടയുന്ന വ്യക്തിയാണ്. അങ്ങ് ലോകത്തിൽ വന്നത് എനിക്ക് വേണ്ടി, അങ്ങ് ജഡത്തിൽ അവതരിച്ചത് എനിക്ക് വേണ്ടി, അങ്ങ് ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി. പാപമുടച്ച് തകർത്ത എന്നെ അങ്ങയുടെ മകനാക്കാൻ, അങ്ങയുടെ മകളാക്കാൻ, അങ്ങൊരുക്കുന്ന നിത്യരാജ്യത്തിന്റെ അംശയാക്കി മാറ്റാൻ എന്റെ പാപമകലവും വഹിച്ച് കാൽവറിയുടെ കുലമരത്തിൽ അങ്ങനെക്ക് വേണ്ടി പരമയാഗമായ യേശുവേ, അവിടുത്തെ ബലിമരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരയാഗമായി ഞാനത് സ്വീകരിക്കുന്നു. അങ്ങയുടെ രക്തം കൊണ്ട് എന്റെ പാപത്തെ കഴുകി എന്നെ അങ്ങയുടെ മകനും മകളുമാക്കണമേ. അങ്ങ് സ്ഥാപിക്കുന്ന ആ നിത്യരാജ്യത്തിന്റെ അംശയാക്കി എന്നെ മാറ്റണമേ എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ യേശു ക്രിസ്തുവിനായി തുറക്കുക. അവനെ നിങ്ങളുടെ രക്ഷകനായി, നാഥനായി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. അവന്റെ മകനാകുക, അവന്റെ മകളാകുക. കാൽവറിയിലെ മരണത്തിലൂടെ മുഴുവൻ മാനവരാശിക്കും അവൻ വിഭാവന ചെയ്ത നിത്യജീവനും നിത്യരക്ഷയും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ മരണാന്തര നിത്യത കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ചെലവഴിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ നാടിനെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇത്രത്തോളം സമയം മാറ്റമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ സന്ദേശം കേൾക്കുവാൻ ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി ഈ ദേശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതെ, ഇന്നിവിടെ മുഴുങ്ങിക്കേട്ട നിർമ്മല സുവിശേഷം, യേശു ക്രിസ്തു ഏകരക്ഷകൻ, അവൻ പാപവിമോചകൻ, അവൻ നിത്യജീവന്റെ ഉടയവൻ, നിത്യജീവന്റെ ദാതാവ്. ആ നല്ല രക്ഷകന്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് നിത്യരാജ്യത്തിന്റെ അവകാശികളായി ജയകരമായ ഒരു ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ വയനാടിന്റെ ദേശത്തു നിന്ന് താൽക്കാലികമായി വിടവാങ്ങുകയാണ്. വീണ്ടും ഈ ദേശത്ത് വരുവാനും ഈ ദേശത്തോട് മാറ്റമില്ലാത്ത സന്ദേശം അറിയിക്കുവാനും ഹൃദയപൂർവ്വം കർത്താവ് ആയുസ്സും ആരോഗ്യവും തരുന്നുവെങ്കിൽ ഞങ്ങൾ അത് ആഗ്രഹിക്കുക തന്നെ ചെയ്യുന്നു. ഈ വയനാട് ഇത്രത്തോളം സമയം ഞങ്ങളെ വിവിധ ദേശങ്ങളിൽ കേട്ടിരുന്ന എല്ലാ ജനത്തെയും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ ദേശം അനുഗ്രഹിക്കപ്പെടും. കേരള മണ്ണിൽ വയനാട് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയായി ക്രിസ്തുവിന്റെ പക്ഷമായി ലോകരാജ്യം അറിയപ്പെടുന്ന നിലയിൽ വ്യക്തികൾ എഴുന്നേൽക്കുവാൻ, തള്ളപ്പെട്ട ജനം പുറത്തു വരുവാൻ ഇടയായിത്തീരുമെന്ന് ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആകയാൽ ഇന്ന് ഞങ്ങളുടെ വാക്കുകൾ പരിമിതപ്പെടുത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ദേശത്തു നിന്ന് വിടവാങ്ങുവാൻ ആഗ്രഹിക്കുവാണ്. ആരെങ്കിലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻപോട്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. ഈ വരുന്ന നിമിഷങ്ങൾ അതിനായി മാറ്റിവെക്കുന്നു. ഈ ദേശത്ത് ഞങ്ങളെ ക്ഷണിച്ചതും ഇതിന് മുഖാന്തരമായി തീർന്ന പ്രിയ ജനേഷ് നിങ്ങളോട് സ്തോത്രം രണ്ട് വാക്ക് പറയും. ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ ദേശത്തോടുള്ള കടപ്പാടുകളും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മൈക്ക് മാറുന്നു. അദ്ദേഹം നിങ്ങളോട് ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചന സത്യത്തിന്റെ ആഴങ്ങൾ ഈ ദേശത്തിന് നടുവിൽ കരതീർത്ത വ്യക്തതയോടുകൂടെ ഈ ദേശത്തിൻ്റെതായ വിടുതലിനായി, ഈ ദേശനിവാസികളുടെ അനുഗ്രഹത്തിനായി ക്രിസ്തുവിൽ പ്രസിദ്ധനായിരിക്കുന്ന അജയ് ആന്റണി പാസ്റ്ററിലൂടെ കേട്ട് ബലപ്പെടുവാൻ സർവേശ്വരനായ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്തൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വയനാടിനെ സ്നേഹിച്ച്, ഈ ദേശത്തിലെ ജനങ്ങളെ സ്നേഹിച്ച്, ഈ ദേശത്തിൻ്റെതായ ഉദ്ധാരണത്തിനും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച്, ഈ ദേശത്തിന് നടുവിൽ രക്ഷപ്രാപിക്കുവാനുള്ളതായി ഏക വഴി, ഏക സത്യം, ഏക മാർഗമായിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തുവാൻ
കർത്താവിൽ വിലപ്പെട്ട അഭിഷക്തന്മാർ ഈ ദേശത്തിനോട് കാണിച്ചതായ എല്ലാ സ്നേഹത്തിനായി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് ഈ ദേശനിവാസിയായിരിക്കുന്ന ആമേൻ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധരായിരിക്കുന്ന ആന്റണി പാസ്റ്ററോട്, മനു എബ്രഹാം പാസ്റ്ററിനോട്, അതുപോലെ മനോജ് പാസ്റ്ററിനോട്, എബി പാസ്റ്ററിനോടുള്ളതായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. നിങ്ങൾ ഈ ദേശത്ത് വിതച്ചിട്ടത് കിളിർക്കുന്ന ആമേൻ ഫലം ആലലി പുറപ്പെടുവിക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് ഉദ്ധാരണം, അനവധി കുടുംബങ്ങൾക്ക് സമാധാനം, അനേക ജീവിതങ്ങളിൽ ഇതുവരെയും അടഞ്ഞു കിടന്നതായ ആമേൻ ഇരുൾ മൂടിക്കിടന്നതായ ശാന്തതകൾ മങ്ങിപ്പോയതായ കടഭാരങ്ങളാൽ മൂടി നിറഞ്ഞതായ ജീവിതത്തിൻ്റെതായ എല്ലാ ആശകളും അറ്റുപോയെടുത്ത് ഒരു അധ്യായം കുറിക്കുവാൻ ഒരു പുതുവാതിൽ തുറന്ന് അനുഗ്രഹത്തിൻ്റെതായ മണ്ണിലേക്ക്, ഹല്ലേലൂയ, അനുഗ്രഹത്തിൻ്റെതായ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെതായ ഭാവിയിലേക്ക് തുറന്ന് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ളതായ സത്യത്തിൻ്റെതായ അനുഭവമാണെന്ന് വ്യക്തമായി ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നിശ്ചയമായും പെരുന്നാളുകളിൽ ഈ ദേശത്തിന്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സമൃദ്ധികൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്രകാരമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഈ ദേശത്തിന്മേൽ സർവശക്തനായ ദൈവം ധാരാളമായി ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. തുടർന്ന് നമ്മൾ വളരെ ആമേൻ അനുഗ്രഹത്തോടെ, ആമേൻ നന്മയോടെ ദേശത്തിൻ്റെതായ തലമുറകളുടേതായ ഉദ്ധാരണങ്ങൾ, ആമേൻ അനവധിയാകുന്ന ദൈവിക ആമേൻ അനുഗ്രഹത്തിൻ്റെതായ അനുഭവങ്ങൾ കർത്താവ് ദേശത്തിൽ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ കർത്താവ് ഭവനത്തിൻ്റെതായ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഒഴുങ്ങിക്കേട്ടതായ തിരുവചനത്തിന്റെ സത്യങ്ങൾ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട്, അതേ ബിസിനസ് ചെയ്യുന്നതായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, യാത്രയുടെ നടുവിൽ കേട്ട് ആമേ വാഹനങ്ങളിൽ കടന്നുപോയവർ ശ്രദ്ധിച്ച് ആമേ കടന്നുപോയതായ എല്ലാ ജീവിതങ്ങൾക്കും ഒരു അനുഗ്രഹമായി തരുവാൻ ദൈവത്തിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം നിത്യതയോളം നിലനിൽക്കുന്നുവെന്നും ആകാശം ഭൂമിയും മാറിയാലും മാറ്റം വരുത്തില്ല എന്നും അങ്ങയുടെ കർത്താവേ തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ, സത്യവേദ പുസ്തകം അതിനെ വ്യക്തതയോടുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ, ഇന്നിവിടെ മുഴങ്ങിക്കേട്ടതായ തിരുവചനത്തിന്റെ ശബ്ദങ്ങൾ ഹൃദയത്തിന്റെ കവാടങ്ങളെ തുറന്ന് ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളിലേക്ക്, ചിന്താമണ്ഡലങ്ങളിലേക്ക്, ഒരു പുനർവിചാരങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നതായ എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ശബ്ദങ്ങൾ കേട്ടപ്പോൾ ചില വാക്കുകളല്ല, ആമേൻ, ഇവിടെ മുഴങ്ങിക്കേട്ടതായ ആമേൻ ഓരോ സന്ദേശങ്ങൾ ജീവിതത്തിനകത്തൊരു രൂപാന്തരത്തിന് വേണ്ടി ആഹ്വാനം കൊടുത്തിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ആമേൻ നേരത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ ജീവിതങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്തതായ നസ്രായന്റെ സമാധാനം ഈ ദേശത്തിന് നടുവിൽ ആമേൻ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ അത് വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാനം നിറഞ്ഞിരിക്കുന്ന വിവിധമാകുന്ന ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന, പുറത്താരും അറിയാതെ, പുറമെയുള്ളവരോട് പറയാതെ ആമേൻ ജീവിതത്തിൻ്റെതായ ഏകാന്തതയിൽ കണ്ണുനീരോടുകൂടെ ഒരു മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു സഹായത്തിന് വേണ്ടി കൊതിക്കുന്ന, എനിക്കൊരു വിടുതൽ എവിടുന്ന് ലഭിക്കും, എനിക്കൊരു സമാധാനം എവിടുന്ന് പ്രാപിക്കാൻ കഴിയും, എന്റെ വിഷയത്തിന് പരിഹാരം എപ്രകാരം എനിക്ക് സ്വായത്തമായി തീരുമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് ആമേ ഭവനത്തിന്റെ അകത്തളങ്ങളിലായിരിക്കുന്നെങ്കിൽ ഇന്നിവിടെ മുഴുകിക്കേണ്ടതായ ആ സത്യസുവിശേഷത്തിൻ്റെതായ രക്ഷയുടേതായ അനുഭവങ്ങൾ ആ ജീവിതങ്ങൾക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, സമാധാനമായി, വിടുതലായി പരിണമിക്കട്ടെ എന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും ഈ ദേശത്തിൽ വ്യാപരിക്കട്ടെ. അപകടങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ, ദോഷങ്ങൾ നീങ്ങി മാറട്ടെ. അനുഗ്രഹത്തിൻ്റെതായ അനുഭവങ്ങളിലേക്ക് ദേശത്തിൻ്റെതായ അകത്തളങ്ങളിൽ നിന്ന് അനേകർ ഉയർന്നു വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമത്തെ മാത്രം ഉയർത്തണം. ഇവിടെ കടന്നു വന്ന് ഈ ദേശത്തെ സ്നേഹിച്ച് ഈ ദേശത്തിൻ്റെതായ കവലകളിൽ, ആമേൻ പട്ടണങ്ങളിൽ, ആമേൻ ഗ്രാമത്തിൻ്റെതായ അനുഭവങ്ങളിൽ, ആമേൻ പ്രസംഗിച്ചതായ സുവിശേഷത്തെ ആമേൻ യഥാർത്ഥമായി വിവരിച്ചു കൊടുത്തതായ കർത്താവിന്റെ വിലപ്പെട്ട അഭിഷക്തന്മാരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസനാത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തണം. തിരുനാമ മഹത്വത്തിന് വേണ്ടി എല്ലാം അവിടുന്ന് മുഖാന്തരമാക്കണം. മാനവ മഹത്വം എല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും വീഴാതെ നിരന്തരം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നാടിനോടും നമ്മോടും യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.